മനുഷ്യൻ്റെ വിചാരം വെച്ചിട്ടാണ് അവർ ജീവിക്കണതെന്നാണ്. അതായത് ഈ ശരീരമാണ് അവർക്ക്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളുടെയും കാരണം ഈ ശരീരമാണെന്ന് അറിയാൻ മനുഷ്യന് പറ്റണില്ല. കാരണം ഒരു മനസ്സുള്ളത് കൊണ്ട് തന്നെ അവനെപ്പോഴും ആ രണ്ടായിട്ടിരിക്കുന്ന അവസ്ഥയാണ് മാനേജ് ചെയ്യണത്. കാരണം മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അറിവുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ അറിവുകൾ എന്തിനാണ് സ്റ്റോർ ചെയ്ത്? അതിൻ്റെ ഭാരം വെച്ചിട്ട് ഈ ശരീരത്തെ ഉപയോഗിച്ച് ആ അറിവിന് വേണ്ടിയിട്ട് നമ്മൾ അടിവെക്കുമ്പോഴും കച്ചറ ഉണ്ടാക്കുമ്പോഴും വേദനിക്കുമ്പോഴും സങ്കടപ്പെടുമ്പോഴും അപ്പോൾ ആ അറിവുകൊണ്ട് എന്താണ് പ്രയോജനം? അപ്പം ഞാനില്ലാത്ത ഒരു അറിവിനെ നമ്മൾ നമ്മുടേതാക്കി എടുക്കുമ്പം അവിടെ ഈ അറിവുകളെല്ലാം സ്വന്തമാക്കാനുള്ള ആ കാരണത്തെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് ഈ അറിവിനെ നമ്മൾ കീപ്പ് ചെയ്തിട്ട് എന്താ കാര്യം? ഒരാളെന്തോ കാര്യം പറഞ്ഞു, അപ്പോൾ ആ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ സങ്കടപ്പെട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് സങ്കടപ്പെടുകയാണ്. അല്ലാതെ എന്തുകൊണ്ട് അവിടെ സങ്കടപ്പെട്ടെന്ന് നോക്കാൻ ഒരാൾ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, എവിടെയോ ഞാൻ മനസ്സിലാക്കി അല്ലെങ്കിൽ ഞാനെടുത്ത തീരുമാനം എനിക്ക് മാറ്റാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ വിഷമിച്ച്, ഇത്രയല്ലേ ഉള്ളൂ. ഞാൻ ദേഷ്യപ്പെട്ട്, ഓക്കെ. ഇതെല്ലാം പരിശോധിക്കാനുള്ള ഒരവസ്ഥ നമ്മളിൽ എല്ലാവരിലുണ്ട്. അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കാണാൻ പറ്റും. ഇതെല്ലാവർക്കും ഒരുപാട് അറിവുകളുണ്ട്. എന്നിട്ട് അവിടെ ആ അറിവിന് വേണ്ടിയിട്ട് അവനവനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? എന്തായാലും ചത്തുപോകും. ചത്ത് കഴിഞ്ഞിട്ടാണ് സ്വർഗവും നരകവും. അങ്ങനെയുള്ള ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അവനവന് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് ഏതായാലും താല്പര്യമില്ല, നിങ്ങൾ എന്തായാലും ചത്തുപോകും. അപ്പം ബാക്കിയുള്ളവരെ നിയന്ത്രിക്കുന്ന ഭാഗത്തു നിന്നെങ്കിലും മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറ്റുകയാണെങ്കിൽ മാത്രം മതി. അല്ലെങ്കിലും അത് അധികം തുടരാനൊന്നും പോണില്ല. അതെന്തായാലും കെട്ടൊടുങ്ങാനുള്ള ആ ഒരു ആളിക്കത്തൽ മാത്രമേ ആവുന്നുള്ളൂ.